കേരളത്തിലെ മാധ്യമങ്ങൾക്കാണോ അതോ നമുക്കാണോ വട്ടുപിടിച്ചിരിക്കുന്നത് എന്നൊരു സന്ദേഹത്തിലാണ് ഞാൻ. കാരണം നോക്കുന്നിടത്തെല്ലാം എമ്പുരാനെ പറ്റിയുള്ള വിവാദങ്ങൾ, അതിനെപ്പറ്റിയുള്ള വാർത്തകൾ, ചർച്ചകൾ, ആകപ്പാടെ ബഹളമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതിനിടയിൽ അതിൻ്റെ നിർമ്മാതാക്കളും അതിൻ്റെ അണിയറക്കാരും ഒക്കെ ചിരിക്കുന്നുണ്ടാവും. ജനത്തെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിൻ്റെ മറവിൽ അവർ പണം വാരിക്കൂട്ടുന്നുണ്ട്. ആളുകളെല്ലാം ഇടിച്ചു കയറി സിനിമ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമ വൻ വിജയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്ത് വിവാദം വന്നാലെന്താ, എന്ത് തേങ്ങാക്കൊല വന്നാലെന്താ, അവർക്ക് കാശ് കിട്ടുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ നമ്മൾ നിർമ്മാതാക്കൾക്ക് വേണ്ടിയും സിനിമാക്കാർക്ക് വേണ്ടിയും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ പട ഒരു വിഷമം തോന്നിയ ചില പരാമർശങ്ങൾ കണ്ടപ്പോഴാണ്. ഒന്ന് കണ്ടത്, ഈ പൃഥ്വിരാജ് ആൻറ്റി നാഷണലാണ്, രാജ്യവിരുദ്ധനാണ്, രാജ്യത്തിന് എതിരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് ഈ പറയുന്നത്? ഏത് രീതിയിലാണ് രാജ്യത്തിന് എതിരാവുന്നത്? ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രിയ അർബൻ നക്സലാണെന്ന് ഒരു BJP നേതാവ് പിന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏത് രീതിയിലാണ് അർബൻ നക്സൽ ആവുന്നത്? എങ്ങനെയാണ് ഈ അർബൻ നക്സൽ എന്ന് പറയുന്നത്? ഈ സ്വതന്ത്ര അഭിപ്രായമുള്ള എല്ലാവരെയും അർബൻ നക്സലായിട്ടാണോ കണക്കാക്കുന്നത്? സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുന്നത് പിന്നെ തെറ്റായ ഒരു കാര്യമാണോ? ഇപ്പം ഈ ഗുജറാത്ത് കലാപത്തെ പറ്റി ഈ സിനിമയിൽ പരാമർശം വന്നിരിക്കുന്നു. പിന്നെ അപ്പോൾ ആ പരാമർശം വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അന്നത്തെ ഒരു സ്ഥിതി നമുക്കറിയാം. ഗോദ്രയിൽ കർഷകരെ കത്തിച്ചു, തീവണ്ടി കത്തിച്ച് കർഷകർ കൊല്ലപ്പെട്ടു. അതിനുള്ള ഒരു പ്രതികാരമായിട്ട് ഗുജറാത്തിലൊട്ടാകെ കലാപം നടന്നു, മുസ്ലിങ്ങളെ ആക്രമിച്ചു. അപ്പോൾ 1000 മൈൽ, ഗോദ്രയിൽ നിന്ന് 1000 മൈൽ അകലെയുള്ള സ്ഥലത്ത് പോലും മുസ്ലിങ്ങളെ ആക്രമിച്ചു. അപ്പം ഗോദ്രയിൽ സംഭവിച്ചതിന് 1000 മൈൽ അകലെയുള്ള മുസ്ലിങ്ങൾ ഉത്തരവാദികളാണോ എന്ന് ചോദിച്ചാൽ അല്ല, വാസ്തവത്തിലല്ല. അപ്പോൾ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ ആക്രമണത്തിന് അത് ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. അതായത് അന്ന് പറഞ്ഞു കേട്ടിരുന്ന ഒരു വാദമുണ്ട്. രാവിലെ വരെ ഉച്ചവരെ നമ്മളോട് വളരെ സൗഹൃദത്തിൽ സംസാരിച്ചിരുന്ന ആളുകളാണ് ഉച്ചയ്ക്ക് ശേഷം ആക്രമിക്കാനായിട്ട് വന്നു എന്ന്. അപ്പോൾ അതിൽ അന്നത്തെ ആ കലാപത്തിനിരയായ അഹ്സാൻ ജഫ്രി എം പി അദ്ദേഹത്തിൻ്റെ മകളും ഒക്കെ ഇവിടെ മെരിലാൻഡിലുണ്ട്. അവരൊക്കെ ആയിട്ട് നമ്മൾ വളരെ വളരെ വർഷങ്ങൾ പരിചയമുള്ളതാണ്. അവരൊക്കെ ആ ദുഃഖകഥകളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു കഴിഞ്ഞ കാലമാണ്, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോദിക്കെതിരെ ഉള്ള പ്രധാന ആക്ഷേപം, അദ്ദേഹം വേണ്ട വിധത്തിൽ വേണ്ടത്ര ശക്തിയോടുകൂടി ഇത് നേരിട്ടില്ല. അത് ഇവരെ അഴിഞ്ഞാടിക്കൊള്ളട്ടെ, ആക്രമിച്ചു കൊള്ളട്ടെ എന്നുള്ള ഒരു രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്നാണ്, അതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപം. എന്നല്ലാതെ ഈ മോദി കലാപം ഉണ്ടാക്കിയെന്നോ അല്ല കലാപത്തിൽ പങ്കെടുത്തെന്നോ ആരും പറഞ്ഞിട്ടില്ല. എന്നല്ല ഈ ആരോപണം പോലും അദ്ദേഹം വേണ്ടത്ര ശ്രമിച്ചില്ല എന്നുള്ള ആരോപണം പോലും പിന്നീട് അന്വേഷണ കമ്മീഷനുകൾ പിന്നെ തെറ്റെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി അദ്ദേഹത്തെ ഉപദേശിച്ചത് നമ്മൾ മറക്കുന്നില്ല. മോദി രാജധർമ്മം പാലിക്കണം, രാജധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രജകളെയും പാലിക്കണം എന്ന് ഉപദേശിച്ച കാര്യവും നമ്മൾ മറക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാവുകയും ചെയ്തു. അത് നമ്മൾ ഇനി കുത്തിപ്പൊക്കുകയും അതിലൂടെ പിന്നെ അതിൻ്റെ പേരിൽ ഭിന്നിക്കുകയും തമ്മിലടിക്കുകയും ചെയ്യേണ്ട കാര്യവുമില്ല. നമ്മൾ അറിഞ്ഞിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അതിനെപ്പറ്റി പറയുന്നതിലും തെറ്റില്ല. പക്ഷെ അതൊരു സിനിമയിലെ ഒരു വിഷയമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും സിനിമാക്കാർക്ക് നല്ല കാലം, അവരുടെ നല്ല കാലം. ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നത്, അതിനിടയിൽ ഈ പരാമർശങ്ങളാണ് നമ്മുടെ ഖേദകരമായി പോയതായിട്ട് തോന്നുന്നത്. അർബൻ നക്സൽ, വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയൊക്കെ പറ്റി അർബൻ നക്സൽ അല്ലെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇത്തിരി തൻ്റെ അടുത്തുകൂടി, അല്ലെങ്കിൽ അവർ ഒരു മീഡിയ പേഴ്സൺ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ കരുത്തും ആവേശവും താല്പര്യങ്ങളും ഒക്കെ അവർക്കും കാണും. അവരുടെ പരാമർശങ്ങളോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തെയോ ആ രീതിയിലൊക്കെ വിശേഷിപ്പിക്കുന്നത് അത് കേരളത്തിന് മാത്രമേ അത് പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇന്ത്യയിൽ മാത്രമേ അത് പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരാൾക്കെതിരെ ഈ തരത്തിലുള്ള ഒരു പരാമർശം നടത്താൻ പറ്റുമോ? നീ ഒരു രാജ്യദ്രോഹിയാണ്, അല്ലെങ്കിൽ നീ ഒരു പിന്നെ അങ്ങനെ മറ്റെന്തെങ്കിലും ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇന്ത്യയിൽ ആർക്കും എന്തും പറയാം, ആരെപ്പറ്റിയും എന്തും പറയാം എന്നുള്ളൊരവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്. ഇനി ഇത് ഒരു വിഷയം, ഇത് എമ്പുരാൻ്റെ കാര്യം അവിടെ വെച്ച്. ഇനി എമ്പുരാനും കണ്ട നമ്മുടെ ഇവിടുത്തെ ആളുകൾ, ഇവിടുന്ന് അമേരിക്കയിൽ കുറേ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകൾ, അവർ നമ്മുടെ സുഹൃത്തുക്കൾ പലരും പോയി എമ്പുരാൻ കണ്ടതിന് ശേഷം പിന്നെ ഇന്നിപ്പം ബാബു പാറയ്ക്കലിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ഈ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയായി എന്ന് പറഞ്ഞാൽ ആകപ്പാടെ മുഖമെല്ലാം വിവരണമായിട്ട് ഇത് എന്താണ് സംഭവിച്ചതെന്നോ, എന്തിനാണ് ഇത് സംഭവിച്ചതെന്നോ, എന്തുകൊണ്ടാണ് ഇതെന്നോ ഒരു പിടിയും കിട്ടിയില്ല. കഥയോ ഇതിൻ്റെ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ആകപ്പാടെ നല്ല സെറ്റും നല്ല
ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് തുടക്കം മുതൽ വെടിയും പുകയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഈ കഥകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമോ ഒന്നും ആർക്കും മനസ്സിലായില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെയുള്ളവർക്ക് അതിനുള്ള ബുദ്ധി കുറവുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ. ആകപ്പാടെ ഇവിടെ ബഹളം വെക്കുന്നത് H1 വിസയിലും സ്റ്റുഡൻറ്റ് വിസയിലും ഒക്കെ വന്ന പിള്ളേർ, നാട്ടിൽ നിന്ന് അടുത്തിടയ്ക്ക് വന്ന പിള്ളേരെല്ലാം കൂടി ചാടി ബഹളം വെക്കുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. എന്തായാലും നാട്ടിലെ പോലുള്ള ഒരു ആവേശമൊന്നും തിയേറ്ററിലില്ല. കുറച്ച് പേര് പിന്നെ ആദ്യത്തെ 1-2 ദിവസത്തെ ഒരു ആവേശം ഉണ്ടായിരുന്നു. അതിനുശേഷം ആളുകൾ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് എന്നല്ലാതെ നാട്ടിലെ ഒരു ആവേശം ഇവിടെ കാണുന്നൊന്നുമില്ല. ഇവിടെ അതിനുള്ള പ്രതികരണം ഒട്ടില്ലതാനും എന്ന് കരുതി സിനിമ പരാജയമൊന്നുമല്ല. ഇവിടെ തീർച്ചയായിട്ടും മറ്റ് സിനിമകൾക്കൊക്കെ ലഭിക്കാത്ത സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സിനിമയുടെ പേരിൽ നമ്മൾ ഇത്രയധികം ആവേശപ്പെടുകയും അല്ലെങ്കിൽ ഇത്രയധികം ആകുലപ്പെടുകയും പരസ്പരം പോരടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഖേദകരമായ കാര്യം തന്നെ. ആളുകളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയുക. ഇപ്പം മോഹൻലാലിനെയോ ഗോകുലം ഗോപാലിനെയോ ഒക്കെ സംബന്ധിച്ചോളം, അവരെ സംബന്ധിച്ചോളം ഇത് ഒരു സിനിമ വിജയിക്കണമെന്നല്ലാതെ, സിനിമ ചെയ്യണമെന്നല്ലാതെ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആകണമെന്നവർ പിന്നെ ആകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആയാലും അല്ലെങ്കിൽ സിനിമ വിജയിക്കണം, സിനിമ മുന്നോട്ട് പോകണം എന്നല്ലാതെ അതിലൊരു ദുരുദ്ദേശമോ ദോഷമായ എന്തെങ്കിലും ഒരു ഉദ്ദേശമോ ദോഷമായ എന്തെങ്കിലും ഒരു കാര്യമോ അവർ കണ്ടിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എങ്ങനെയായാലും സിനിമ മുന്നോട്ട് പോകുന്ന അതിൻ്റെ കട്ട് പിന്നെ അത് എത്ര 27 വെട്ട് അതിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അതിന് വരാനായിട്ട് സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് പറയുന്നത്. എത്ര നല്ല വാദമാണത്. അതായത് ഇത് 1-2 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ട് വരും, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വന്ന് കണ്ടുകൊള്ളണം എന്നാണ് അതിൻ്റെ സന്ദേശം. അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്ത ഭാഗമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ജ്യൂസി ആയിട്ടുള്ള ഭാഗങ്ങൾ കാണണമെങ്കിൽ ഇപ്പോൾ ഉടൻ വരണമെന്നാണ് പിന്നെ നൽകുന്ന സന്ദേശം. അപ്പോൾ ജനങ്ങളെല്ലാം അതനുസരിച്ച് ഇടിച്ചു കയറുന്നുണ്ട്. കേരളത്തിൽ പിന്നെ പടം സാമ്പത്തികമായിട്ടൊക്കെ വലിയ വിജയമായിട്ട് മാറുമെന്നുള്ളതിന് പിന്നെ സംശയവുമില്ല. എന്തായാലും ഈ കട്ട് ഇവിടെ നമ്മൾ പേടിക്കേണ്ട. അമേരിക്കയിലും മറ്റും ആ കട്ടൊന്നും ബാധകമല്ല. ഇവിടെ കട്ട് ഇല്ലാതെ തന്നെ നമുക്ക് കാണാം എത്ര ദിവസം കഴിഞ്ഞാലും. എന്തായാലും താല്പര്യമുള്ളവർ കാണുക. ഞാൻ എന്തെങ്കിലും ഒരിക്കൽ കാണാം എന്ന് ആഗ്രഹിക്കുന്നു.